വീഡിയോ എന്ന് പറഞ്ഞാലേ ചെറിയൊരു ഗെയിമാണ് കേട്ടോ. ഹൂ നോസ് മീ ബെറ്റർ എന്നാണ് എൻ്റെ ഗെയിമിന്റെ പേര്. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. പേനയും പേപ്പറും എടുക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. മൈ ഫസ്റ്റ് ഫോൺ നെയിം. എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിന്റെ പേരെന്തായിരുന്നു? ഇതെന്റെ ഫ്രണ്ട്, ഇതിന്റെ അമ്മയാണ്. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കില് ആർക്കാണ് എന്നെ കൂടുതൽ അറിയാവുന്ന എന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ പേര്. എനിക്ക് പണ്ടൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിന്റെ പേര് എഴുത്. ഓക്കെ, ഞാൻ എഴുതി. ടൈം ഔട്ട് ആവും. ടൈം ഫസ്റ്റ് ലെറ്റർ ഇല്ല. ടച്ച് ആണോ അതോ ടച്ച്? ഓക്കെ, കാണിക്കേ. കറക്റ്റ് ആണ് ഗൈസ്. ഫോണിന്റെ പേര് ഹുവായി എന്നായിരുന്നു. രണ്ടുപേർക്കും ഒരു പോയിന്റ് വീതം. പോയിന്റ് സൈഡ് ചെയ്തൊക്കെ പോയിന്റ് ഒരു പോയിന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്റെ ഫേസിൽ ഒരു പാടുണ്ടായിരുന്നു, അതെവിടെയാ? എന്റെ ഫേസിൽ ഒരു പാടുണ്ടായിരുന്നു, അതെവിടെയാ? എന്റെ ഫേസിൽ ഒരു പാടുണ്ടായിരുന്നു, അതെവിടാ? എന്റെ ഫേസിൽ ഒരു പാടോ? ഉണ്ട്, അത് എവിടാ? ഉണ്ടായിരുന്നു, അത് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് എവിടാ? എഴുതിയോ? ഓക്കെ, കാണിച്ചോ. കവിളില്. ആ കവിളത്ത് രണ്ടുപേര് സൈഡിലാന്ന് പറയണം. ആ പോയിന്റ് പോയി. എന്റെ സൈഡ് ഇവിടെ ഒരു പാടുണ്ട് കേട്ടോ. അതിങ്ങനെ എഴുതണം. അതാ റൈറ്റ് സൈഡ് ഫേസ്. അമ്മയ്ക്ക് പോയി പറയണമായിരുന്നു ഏത് സൈഡ് എവിടാന്ന് മാത്രമേ ചോദിച്ചോളൂ. ഏത് സൈഡാന്നും പറഞ്ഞില്ല. പിന്നെ കവിളാകുമ്പോ രണ്ട് കവിളിലും വരും. അതെന്തോ അത് പറയണമായിരുന്നു. പോയിന്റ് ഒരു അര മാർക്ക്. സൗണ്ട് ചിലപ്പോ കേൾക്കും. അര മാർക്ക്. ആ സൗണ്ട് അറിയാം. എന്റെ ഫേവറേറ്റ് ലേസിന്റെ കളർ. എന്റെ ഫേവറേറ്റ് ലേസ് ഞങ്ങൾക്ക് അറിയാത്തത്. അത് എല്ലാവരുടെയും ഫേവറേറ്റ് അത് തന്നെയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആ ഒരു കളറാണ്. ഓക്കെ, എഴുതിയോ? നോട്ടെ. ഗ്രീൻ അല്ല, എന്റെ എനിക്ക് റെഡാ ഇഷ്ടോ. കള്ളം പറയുമ്പോ ഇത് നീ എന്റെ കൂടെ എനിക്ക് ഓക്കെ ബിരിയാണി ഇഷ്ടമല്ല. ആരും പറഞ്ഞു അമ്മ എടുത്തു. എനിക്ക് ഓക്കെ അത് ഇഷ്ടമല്ല. എനിക്ക് ഗ്രീൻ അല്ല, എനിക്ക് റെഡാ ഇഷ്ടം. എനിക്ക് റെഡാ ഇഷ്ടം. പെട്ടെന്ന് മാറിയോ? മാർക്കില്ലേ? ഞാൻ ആദ്യമായിട്ട് ഡാൻസ് ഒറ്റയ്ക്ക് കളിച്ചത് എവിടെ? ഞാൻ ആദ്യമായിട്ടായിരുന്നു ഡാൻസ് ഒറ്റയ്ക്ക് കളിച്ചത് എവിടെയാണ്? സ്ഥലത്തിന്റെ പേരാണ് ഒറ്റയ്ക്ക് കളിച്ചത് എവിടെ? അതൊക്കെ എനിക്കറിയാം. എന്തോ കളിച്ചതായിരുന്നു. എഴുതിക്കോ. എന്തോ കളിച്ചൂടെ എനിക്ക്. ഓക്കെ, അമ്മ എഴുതി, ആര്യ എഴുതി, തീരറി. ഓക്കെ, ആര്യ എഴുതിയത് NSS UPS മുഖത്തില ഫോക്ക്. ഓക്കെ, രണ്ടുപേർക്ക് മാർക്കുണ്ട്. രണ്ടുപേരും ഒരേ ഉത്തരമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്. എന്റെ ലൈഫില് എനിക്ക് സംഭവിച്ചൊരു വലിയ ഇൻസിഡന്റ്. എനിക്ക് സംഭവിച്ചു വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ ഇതായിരുന്നു. ഇൻസിഡന്റ് അതിനെക്കാട്ടി ഇൻസിഡന്റ് എന്നാ വർഷമെങ്കിലും പറ. എന്റെ കൊച്ചിലായിരുന്നു. ആ കഥ നീ എഴുതണ്ട. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാം. എന്റെ കൊച്ചിലെ എഴുതി. അമ്മ കംപ്ലീറ്റ് ചെയ്തു. ആദ്യമായിട്ട് ത്രോട്ട് പ്രോബ്ലം. ഇതാ എന്റെ കാര്യം സ്റ്റിച്ചിട്ടത്. ഇല്ല, എന്റെ കല്ല് വീണിട്ട് വെള്ളം ഒഴിച്ചത്. അതിനെക്കാട്ടി ഉണ്ട് തൊണ്ടയ്ക്ക് പ്രോബ്ലം ആയിട്ട്. വേദന അറിഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? പക്ഷെ എനിക്കറിയാം, അന്ന് എനിക്ക് ഓർമ്മയില്ലാത്ത കാലമായിരുന്നു. എൻഡോസ്കോപ്പി ചെയ്തപ്പോ നിനക്ക് വേദന എടുത്തു. നീ കരഞ്ഞില്ല? എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ 1 2
അങ്ങനെ പറയുമ്പോ എനിക്ക് അന്ന് സ്റ്റിച്ച് ഇട്ടപ്പോ ആ സൂചി കുത്തിയ വേദന ഇപ്പോഴും എന്റെ മനസ്സിൽ പോയിട്ടില്ല. അമ്മക്ക് മാർക്ക് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് WCP സ്റ്റുഡിയോ? എന്താണ് WCP എന്താണത്? ഇത് ചേച്ചി ഒരിക്കലും എഴുതാത്തൊരു കാര്യമാണ്. ഇതാണ് നീ അന്ന് പറഞ്ഞത്. WCP എന്ന് പറഞ്ഞാ WCP സ്റ്റുഡിയോ എന്ന് വെച്ചാൽ എന്തുവാണ് എഴുതിയാൽ? WCPയോ? WCP സ്റ്റുഡിയോ എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് ആർക്കറിയാം? എനിക്കറിയില്ല. ആരും ഇത് ഉറപ്പായിട്ട് എഴുതും, പക്ഷെ അമ്മ എഴുതില്ല. അതിന്റെ ഫുൾ ഫോം എഴുതിയാ പോരെ? എന്തായാലും എഴുതിക്കോ. അമ്മക്ക് എന്തായാലും ഇന്ന് കിട്ടാൻ പോകുന്നില്ലേ? ഇത് ഒരിക്കലും ആന്റി കിട്ടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇത് എനിക്ക് മിത്തുനും മാത്രമേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ. പക്ഷെ ഈ വീട്ടിലാണ് അതിന്റെ ഇതെല്ലാം ഇരിക്കുന്നത്. ഇതിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഡോക്യുമെന്റ്സ് ഫുള്ള് ഇതിനകത്ത്. ഞങ്ങൾ ഭയങ്കര പ്ലാനൊക്കെ ഇട്ടിട്ടാണ് ഇതൊക്കെ. അന്ന് പറഞ്ഞൂടാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, എനിക്ക് മാത്രമേ ഉള്ളൂ അറിയാത്ത. ഇത് ഞാൻ ആ കബോർഡിൽ ഇരിപ്പോണ്ട് എല്ലാ സാധനങ്ങളും അമ്മ എടുത്ത് നോക്കണം. അതിനകത്ത് അണ്ണന്റെ പരീക്ഷ പേപ്പറും എല്ലാം ഇരിപ്പോണ്ട്. അതിനകത്ത് ഞങ്ങളുടെ ഡോക്യുമെന്റ് ഫുൾ. എന്തൊരു വലിയ കാര്യം, ഞങ്ങളുടെ കുഞ്ഞിലത്തെ മണ്ടത്തരമായിരുന്നു. അമ്മ എഴുതി. ഞങ്ങൾ പടയം വരെ വെക്കാൻ പോയൊരു കഥ. അതൊക്കെ അമ്മയ്ക്ക് അറിയാം. അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാനൊക്കെ വായിച്ചു. ഞങ്ങൾ ഇതൊക്കെ പണയം വെക്കാൻ പോയി. അതാണ് WBC എന്ന് പറഞ്ഞ ഫുൾ ഫോം എഴുതണമെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫിക് സ്റ്റുഡിയോ. ഞങ്ങൾക്ക് പണ്ട് ക്യാമറ ഫോട്ടോസ്. ഞങ്ങൾക്ക് പണ്ടൊരു അംബീഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ തുടങ്ങണമെന്ന്. ഞങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നത്, ഡെക്കറേറ്റ് ചെയ്യുന്നത്, മേക്കപ്പ്, ഫോട്ടോഗ്രാഫിക്ക്, ഇത് മൂന്നും കൂടെ മിക്സ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ തുടങ്ങണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ 5-ലും ഇവള് 6-ലും പഠിക്കുമ്പോ എന്തോ ഒരു ഇത് അതിൽ തുടങ്ങിയതായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ കൊറേ ജോബും ഓഫീസിന്റെ കാര്യങ്ങളും അമ്മയുടെ മുമ്പിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ലോൺ വെക്കാൻ അമ്മയുടെ മുമ്പിച്ച് വായിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ അറ്റത്തൊക്കെ വന്നിട്ടുണ്ട് ഫോട്ടോസും ക്യാമറ. അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം വെഡിങ് കേക്ക് ഡെക്കറേറ്റിംഗ് സ്റ്റുഡിയോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. ഇതിലെനിക്ക് 5 മാർക്ക്. ഇതിന് ചിലപ്പം ആരും ഉത്തരം സാധ്യല്ല. എന്റെ അംബീഷൻ. ബട്ട് ഞാൻ പറട്ടെ, പണ്ടത്തെ അല്ല. കാരണം അത് ഞാനൊരു ജോബ് ആക്കി മാറ്റി. പക്ഷെ എന്റെ അംബീഷൻ അതൊരു സൈഡ് ജോബ് ആക്കിയാൽ മതി. എന്റെ അംബീഷൻ ഞാൻ അമ്മയടുത്ത് കൊറേ അതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എന്തോന്ന് ഞാനതൊരു ജോബ്, ഒരു സൈഡ് ജോബ് ആക്കി മാറ്റി. എന്റെ ഒരു അംബീഷൻ ഉണ്ട്. ഇത് എനിക്ക് അറിയാവുന്നതാണ് എന്റെ ഒരു ആഗമന നിബന്ധനം. കാരണം ഇത് ഞങ്ങൾ രണ്ടുപേരുടെ അംബീഷൻ അല്ല. എന്റെ വെച്ചാൽ എനിക്കൊരു ജോലി കിട്ടണമെന്നുള്ള ജോലിയാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഇത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഒരു ക്ലൂ ഒക്കെ തരാം. ഞാൻ അമ്മയുടെ കൊറേ ആരെയൊക്കെ അറിയത്തില്ലായിരിക്കും, പക്ഷെ അമ്മയുടെ ഇപ്പൊ നീ എഴുതിയതല്ല, അതൊരു സൈഡ് ജോബ്. അതൊക്കെ തന്നെ എന്റെ ഫോട്ടോഗ്രാഫി ഞാൻ സൈഡ് ജോബ് ആക്കി. എന്റെ ഒരു അംബീഷൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ക്ലൂ പറക്കുന്നേ. ഇത് എന്റെ അംബീഷനാണ്. എന്റെ പേരെന്തുവാ പറയുന്നേ? അംബീഷനാണ്. ചേട്ടാ, അതിന്റെ ആൾക്കാരുടെ അംബീഷനാ. ഞാൻ എപ്പോഴും നിന്റെ പറഞ്ഞ നീ കാര്യത്തിനെ കുറിച്ചാ. ഓക്കെ, അമ്മ എഴുതി. ആര് എഴുതി? ഇവർ രണ്ടുപേരും ആദ്യം എഴുതിയത് ഡാൻസർ എന്നാണ്. ഇപ്പൊ ക്രൂ, ക്യാബിൻ ക്രൂ. എയർ ഹോസ്റ്റേഴ്സ്. പൈലറ്റ് അല്ല, ഞാൻ പൈലറ്റ് ഒരു ബ്രാക്കറ്റ് ഇട്ട് എഴുതിയതാ. എനിക്ക് ക്യാബിൻ ക്രൂ ആവാനാണ് കുറച്ചുകൂടി ആഗ്രഹം. ഞാനും കറക്റ്റ് ആണ്. പക്ഷെ ആരും പൈലറ്റ് എന്ന് എഴുതിയത്. അതിന്റെ ബ്രാക്കറ്റ് ഇട്ടതാ. ബ്രാക്കറ്റ് എയർ ഹോസ്റ്റേഴ്സ് കറക്റ്റ് എഴുതിയത്. അത് എയർ ഹോസ്റ്റേഴ്സിന് എഴുതിയല്ല, കുഴപ്പമില്ല. ഓക്കെ, എന്റെ
ഫേവറേറ്റ് കളർ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോഴും ഒരുപോലെ ഇട്ടേക്കാം. എഴുതി ഓക്കെ. ഞാൻ ഒരു പർപ്പിൾ ആയിരുന്നു പണ്ടൊക്കെ. എനിക്ക് അത് ഒരിക്കലും പറയാനില്ല. ഇതില് മിക്കതും സെയിം ആണ്. ഞങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്ന സെയിം തന്നെയല്ല. എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്. ഫുഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അത് അങ്ങനെ ഒന്നും പറയാനില്ല. ഒത്തിരി ഉണ്ടല്ലോ, അതിൽ ഏതാ? അതെങ്ങനെ എനിക്ക് രണ്ടെണ്ണം ഒരെണ്ണം. എനിക്കൊരു ഫുഡ് ഉണ്ട്. ഫേവറേറ്റ് ഫുഡ് നൂഡിൽസ് ആണോ? അതൊന്നും പറയാൻ പറ്റില്ല. അത് അത് പറ്റത്തില്ല. എഴുത് ഫുഡ്. ഒരു ക്ലൂതാ ഒത്തിരി ഫുഡ് ഉണ്ട്. ഒരു ക്ലൂതാ. ജങ്ക് ഫുഡ് ആണോ അതോ എങ്ങനെയാ? ഫുഡാണ്. എടി അങ്ങനല്ല, അതല്ല ഉദ്ദേശിച്ചത്. എല്ലാവർക്കും കുറച്ച് ഫുഡ് ഒന്നിൽ കൂടുതൽ അതിന് തന്നെ കുറച്ച് കുറെ കമ്പനികളുണ്ട്. പക്ഷെ ചിലവർക്കൊക്കെ ചില കമ്പനി, ചിലർക്കൊക്കെ ചില കമ്പനി എനിക്ക് ഇഷ്ടം. അങ്ങനെയുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് കമ്പനിയോ. അതിന് തന്നെ 5-6 കമ്പനി ഉണ്ട്. ചിലവർക്ക് ഒന്നാണെങ്കിൽ വേറെ കുറെ ആൾക്കാർക്ക് വേറെ. ഇത് തന്നെ എന്റെ ഫേവറേറ്റ് ഫുഡ്. ഞാൻ ഇത് എന്റെ ഇഷ്ടത്തിനാട്ടോ സത്യം. ഇത് തന്നെയാണ് എന്റെ ഫേവറേറ്റ് ഫുഡ്. ഓക്കെ. ഐസ്ക്രീമാ, നൂഡിൽസ് അമ്മ. അപ്പൊ ആര്യക്ക് ഒരു പോയിന്റ്. അമ്മ എഴുതിയത് ഐസ്ക്രീം എന്നാണ്. ഒരുപാട് കമ്പനി ഉണ്ട്. ചിലർക്ക് ആലോചിച്ചതാ. പിന്നെ ഇപ്പിയാ ഇഷ്ടമെങ്കിൽ ചിലർക്ക് മാഗിയാണ് ഇഷ്ടം. രണ്ടുപേർക്കും ഇപ്പിയാണ് ഇഷ്ടം. ഓക്കെ. മൈ ബ്ലഡ് ഗ്രൂപ്പ് ആര്യ ഓപ്പോസിറ്റീവ്, ഓപ്പോസിറ്റീവ്. ഓക്കെ, രണ്ടുപേരെയും കറക്റ്റ് ആണ്. എനിക്ക് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് എഴുതിയതാ. ഓക്കെ. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേക്ക് എന്തുവാ? ഷേക്ക് കുടിക്കുന്ന ഷേക്ക്. അത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. 100-99% ആൾക്കാർക്ക് ഇത് തന്നെ ഇഷ്ടം. അമ്മ എഴുതുന്ന ഉറപ്പായിരിക്കും. ആര്യ എഴുതുമായിരിക്കും. ചോക്ലേറ്റ് ഷേക്ക്, മിൽക്ക് ഷേക്ക്. എനിക്ക് രണ്ടും ഇഷ്ടം. ഷാർജ ഷേക്കാ ഇഷ്ടം. ഞാൻ എപ്പോഴും വെളിയിൽ പോകുമ്പോ അമ്മയുടെ തന്നെ അമ്മ ഷാർജ ഇവിടെ ഇരിക്കുമ്പോ അടുക്കള പാല് മൊത്തം നീ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കുന്ന മിൽക്ക് ഷേക്ക് ഒന്നും അല്ലത്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. ചോക്ലേറ്റ് ഇഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റ് ഷേക്കും ചോക്ലേറ്റ് ഐസ്ക്രീമും എനിക്ക് ഇഷ്ടമല്ല. ഇവർക്ക് അറിയത്തില്ല. ഞാൻ എപ്പോഴും അമ്മയോട് പറയാം അമ്മ എനിക്ക് ഷാർജ മേടിച്ചിന്. നെക്സ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്. എനിക്ക് ഈ റീസെന്റ് എനിക്കൊരു ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയാം അമ്മ എനിക്കിത് വാങ്ങിച്ചു. അത് ഞാൻ ആര്യടുത്ത ദിവസം പറഞ്ഞെടി എടുത്തോണ്ട് വരുവാ ലിപ്സ്റ്റിക്ക്. കമ്പനിയുടെ ബ്രാൻഡ്, കമ്പനിയുടെ നെയിം, കമ്പനി എനിക്കറിയത്തില്ല. ഞാൻ ഈ ഇടയ്ക്ക് വെച്ച് അമ്മയുടെ ഞാൻ അതിന്റെ പേര് സിമ്പിൾ ആണ് കേസ്. എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ആണ്. അത് അവൾക്ക് അത് വേണോന്ന് പറഞ്ഞായിരുന്നു. എനിക്കറിയാം. എഴുതി പർപ്പിളേന്ന്. അല്ല, ഞാൻ അമ്മയുടെ ലക്ഷ്മി പോപ്പ പീ വെച്ച് തുടങ്ങുന്നതായിരുന്നോ? പീ വെച്ച് തുടങ്ങുന്നതാണോ? അമ്മ എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞായിരുന്നോ? ഈ അമ്മയ്ക്ക് ഒന്നും ഓർമ്മയില്ല. എന്റെ വീട്ടിലുണ്ട്. അന്ന് എന്ത് പ്രോഗ്രാം പോയപ്പോ അവിടെ ചോദിച്ചേണ്ടി അത് എനിക്കൊന്ന് തരുമോന്ന്. എന്റെ വീട്ടിലുണ്ട്. അത് എല്ലാവർക്കും ചേരുന്ന കളർ. ആന്റിക്ക് നല്ലോണം ചേരും. ഓക്കെ, ഞാൻ വേണ്ടത് എനിക്കൊരു സ്ഥലത്ത് പോകണം. ഞാൻ ഏത് സ്ഥലം തിരഞ്ഞെടുക്കും പോവാൻ? എനിക്ക് പോകണമെന്നൊരാഗ്രഹമുള്ള സ്ഥലം. പക്ഷെ ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല. അത് പോണം നല്ല ആഗ്രഹമുണ്ട്. ഇന്ത്യക്കകത്തുള്ളത് എന്തിനാ നിനക്ക് വെക്കേഷൻ ആസ്വദിക്കാൻ? ഇന്ത്യക്കകത്തല്ല, ഇന്ത്യക്ക് വെളിയിലാണ് ഇപ്പഴേ പറഞ്ഞത്. ഇന്ത്യക്ക് വെളിയിലോ? ഇത് കറക്കി കുത്തി അത് ക്ലൂ വേറൊന്നും ഇല്ലയോ? ഇന്ത്യക്ക് വെളിയിലാന്ന് പറഞ്ഞില്ല. ഇനി എന്തോ ചെയ്യുന്നേ എനിക്കറിയില്ല. ഓക്കെ, അമ്മ നോക്കാം. ദുബായ്,
സത്യം പറഞ്ഞ അമ്മ എഴുതാണ് കറക്റ്റ്. എനിക്ക് ദുബായ് പോകാൻ വലിയ ആഗ്രഹം. കാരണം ബുർജ് ഖലീഫയിലൊക്കെ കേറി ഓ മൈ ഗോഡ് മോമോ ഇൻ ദുബായ് സിനിമ കണ്ടിട്ട് ക്യൂരിയോസിറ്റി അടിച്ചിരിക്കുക. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏത്? ഇത് ആര് എഴുതും? എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏത്? ആര് എഴുതും? ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. എനിക്ക് മിത്തൂനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. പക്ഷെ അത് കപക്കെട്ടു. അയ്യോ പറയണ്ട. ഇവളാണ് എല്ലാ ക്ലൂവും പറഞ്ഞു. ഓക്കെ, ഗ്രേപ്സ്. കാരണമേ ഇന്ന് ഇച്ചിരി മുമ്പേ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. എനിക്ക് വിശക്കുന്ന ഗ്രേപ്സ് വാങ്ങിച്ചോണ്ടോ അതുകൊണ്ട് പെട്ടെന്ന് അവള് ആ കപക്കെട്ട് ഉണ്ടാവുമെന്ന് ആലോചിച്ചപ്പോ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഇന്നും കൂടെ അത് അച്ഛനടുത്ത് വഴക്കുണ്ടാക്കി മേടിച്ച് തിന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ കടയിൽ പോകുമ്പോൾ മോഷ്ടിച്ചോണ്ടൊക്കെ വരും ഗ്രേപ്സ്. ആരും കാണാൻ പറഞ്ഞ മിച്ചമായിട്ടോണ്ടൊക്കെ വരുന്ന ആളാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമോജി ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇമോജി ഉണ്ട്. ഇപ്പൊ റീസെന്റ് എനിക്ക് അതാണ് ഇഷ്ടം. അതെങ്ങനെ എഴുതും? വരയ്ക്കണം. എനിക്ക് അറിഞ്ഞൂടാ. വരയ്ക്കാൻ പറ്റുന്ന ഇമോജിയാണത്. ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. ഞാൻ നോക്കില്ലാരും. ഇതാണ് എന്റെ റീസെന്റ് എന്റെ ഫേവറേറ്റ് ഇമോജി. അത് കണ്ടില്ല. ഓ മറ്റേ ഉമ്മ കൊടുക്കണക്കുള്ള ഇമോജി അതല്ല. രണ്ടുപേരും തെറ്റാണ്. എന്റെ ഇപ്പത്തെ റീസെന്റ് ഉള്ള ഫേവ് ഇമോജി ഇതാണ്. അയ്യോ ഞാനതാ മനസ്സിൽ കണ്ടു. ഞാൻ കാണിച്ചില്ല. ഇത് അതിന് ഫ്രണ്ടിലൊരു ചുണ്ടിന്റെ ഉറവല്ലേ ഉള്ളു. ഈ ഒരു പൂച്ചയുടെ രണ്ട് കണ്ണിലും രണ്ട് ലവ് ചിഹ്നം എഴുതുന്നുണ്ട്. ഞാൻ ലവ് ചിഹ്നം വരച്ചിട്ടുണ്ട്. ഒരു ലവ് ചിഹ്നം കട്ട് ചെയ്താൽ അത് പറ്റത്തില്ല. അപ്പം നമുക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രേപ്സിന് മാർക്ക് കിട്ടില്ല. ആര്യക്ക് ഞാനാണോ കണ്ടത്? നോക്കിട്ട് പറഞ്ഞു. അമ്മക്ക് 7.5. 15 അമ്മക്ക് 7.5 15 ആര്യക്ക് 11 മാർക്കുമാണ്. അപ്പൊ എന്നെ പറ്റി കൂടുതൽ അറിയാവുന്നത് ആര്യക്കാണ്. നമ്മുടെ ഷാർജ്. ഞാൻ വിചാരിച്ച അമ്മ ഷാർജ് എഴുതുമെന്ന്. അത് ഓർത്തില്ല. നീ മിക്കപ്പോഴും പാല് കൊണ്ടുവരുമ്പോ അതിനകത്ത് ബൂസ്റ്റ് ഒക്കെ ഇട്ട് അടിച്ച് കുടിക്കുമല്ലോ. അതുകൊണ്ട് പേര് ഞാൻ മറന്നുപോയെന്നാ. അപ്പം ഗായ്സ് ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ടാറ്റ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോ എടുത്തിരിക്കുക നിങ്ങളുടെ മുമ്പിലുണ്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ see you.